മുഖ്യമന്ത്രി തമാശ പറയേണ്ട. വി.എസും പിണറായിയും തമ്മിൽ സംഭവിച്ചത് എല്ലാവർക്കും അറിയാം. വി.ഡി. സതീശൻ. രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകട്ടെ എന്ന് നോർക്ക് സംഘടിപ്പിച്ച ചടങ്ങിൽ ആശംസിച്ച സ്വാഗത പ്രസംഗകന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിയിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. താൻ ഉൾപ്പെടെയുള്ളവർ ആരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെന്നും അത് പാർട്ടി തീരുമാനിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തമാശ പറയേണ്ട. വി.എസും പിണറായിയും തമ്മിൽ പണ്ട് സംഭവിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. തമാശകൾ തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും വി.ഡി. സതീശൻ തിരിച്ചടിച്ചു. അന്ന് വി.എസ്. അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കാൻ പിണറായി വിജയൻ എന്തുമാത്രം പരിശ്രമം നടത്തി. അവസാനം വി.എസ്. പോളിറ്റ് ബ്യൂറോയെ സമീപിച്ചിട്ടാണ് സീറ്റ് ലഭിച്ചത്. എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. പിന്നീട് വി.എസ്. മുഖ്യമന്ത്രിയായി. ആ 5 കൊല്ലം നടന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിവുള്ളതല്ലേ. 2011 വീണ്ടും അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമെന്ന് തോന്നിയപ്പോൾ ഭരണം തന്നെ വേണ്ടെന്ന് വെച്ചയാളാണ് പിണറായി വിജയൻ. പഴയ കഥയൊന്നും തന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. വി.എസും പിണറായി വിജയനും തമ്മിൽ നടന്നതുപോലൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടാകില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും ഇല്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ്. സമയമാകുമ്പോൾ ദേശീയ നേതൃത്വം ആളെ തീരുമാനിച്ചോളും. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പാർട്ടിയെയും മുന്നണിയെയും കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിക്കും. പാർട്ടി ദേശീയ നേതൃത്വവും ജയിച്ച എം.എൽ.എമാരും കൂടി തീരുമാനിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് നോർക്ക് സംഘടിപ്പിച്ച രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു സ്വാഗത പ്രസംഗകനും സംഘാടക സമിതി ജനറൽ കൺവീനറുമായ ഡോക്ടർ ജി രാജ്മോഹൻ രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ആശംസിച്ചത്. പിന്നാലെ മറുപടിയുമായി മുഖ്യമന്ത്രിയും പ്രസംഗിച്ചിരുന്നു. നമ്മുടെ സ്വാഗത പ്രസംഗകനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് ഒരു മോശമായി പോകുമെന്ന് തോന്നുന്നു. അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു. ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത്. ഞാൻ ആ പാർട്ടിക്കാരനല്ലെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അത് കൊടും ചതിയായിപ്പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്. ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്.